വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിൽപ്പെട്ടവർക്കായി വലിയ സഹായപ്രവാഹമാണ് ഉണ്ടായത്. എന്നാൽ അതിനിടയിലും ദുരിതത്തെ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യത്തിനായി ഉപയോഗിച്ച മനുഷ്യരുണ്ട്. ക്യാമ്പിലേക്കുള്ള സഹായം ഉപയോഗശൂന്യമായത് തള്ളാനുള്ള അവസരമായി ചിലർ മാറ്റി. പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിലായിരുന്നു സാഹചര്യം മുതലെടുത്ത് ചിലർ പഴയ സാധനങ്ങൾ തള്ളാനുള്ള അവസരമാക്കി അത് ഉപയോഗിച്ചത്. ടെക്സ്റ്റൈൽസുകളിലെയും മറ്റും ഉപയോഗശൂന്യമായ കെട്ടുകണക്കിന് വസ്ത്രങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും മനസാക്ഷിയില്ലാതെ ചിലർ കളക്ഷൻ സെന്ററുകളിൽ കൊണ്ടുതള്ളി. തുണിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ വളരെ മോശമായിട്ടുള്ളൂ. ഉപയോഗശൂന്യമായിട്ടുള്ള ഇന്നർ വെയർ വരെ കൊടുത്തുവിട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ അത്രയും മോശമായിട്ടുള്ളൊരു സാധനങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ ഒരു ദുരിതബാധിതർക്ക് ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മോശമായിട്ടൊരു സാധനം കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. കുറച്ച് തുണികൾ നമ്മൾ നൂലഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും. നൂലഴിച്ച് നമ്മളത് റീസൈക്ലേഷന് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ അല്ലാണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ ഇതുപോലെയാക്കും, ഒരു പൊടി പോലെയാക്കും. അങ്ങനെ കൊണ്ട് ഇത് റീസൈക്കിൾ ചെയ്യും. ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ആകെ 85 ടൺ അജൈവ മാലിന്യമാണ് അധികൃതർക്ക് നീക്കേണ്ടി വന്നത്.